തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ചുനാൾ മാത്രമേ ഉള്ളൂ. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഗിയറുമാറും. അതിനു മുൻപ് തന്നെ ഏറ്റവും നിർണായകമായ എ ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പരിഗണിച്ചു വരികയാണ് ഇപ്പോൾ BJP. റിപ്പോർട്ട് ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥികൾ ഉടൻ 50 സീറ്റുകളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ BJP ഒരുങ്ങുന്നു. A+ സീറ്റുകളിൽ സ്ഥാനാർത്ഥി ചർച്ച പാർട്ടി സജീവമാക്കി. ഇതോടെ മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകാൻ സ്ഥാനാർത്ഥികൾക്ക് അവസരമൊരുങ്ങും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയത്തേക്കും സ്ഥാനാർത്ഥി വോട്ടർമാർക്ക് പരിചിതനായി മാറണമെന്നാണ് നിർദ്ദേശം. ആദിൽ പാലോടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം VS രഞ്ജിത്തും നമുക്കൊപ്പം ചേരും. PR സുനിലും നമുക്കൊപ്പമുണ്ട്. ആദ്യം ആദിൽ പാലോടിലേക്ക്. ആദിൽ പാലോട്, 50 A ക്ലാസ് മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, ചുരുങ്ങിയപക്ഷം ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്താണ് BJP ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. 50 ഏകദേശം ധാരണകളൊക്കെ ആയോ വിവിധ മണ്ഡലങ്ങളിൽ? ആദിൽ പാലോട്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും, ഏകദേശം ഒരു വർഷത്തോളം ബാക്കിയുണ്ടെങ്കിലും, ഇതിനോടകം തന്നെ വളരെ നേരത്തെ 50 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് BJP എന്നുള്ളതാണ് നമ്മൾ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 50 പേരുടെ ലിസ്റ്റ് സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാക്കി വരികയാണ് എന്നുകൂടി BJP വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം പോലെ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക ഒറ്റപ്പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വിവരം കൂടി വരികയാണ്. 50 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വൈകാതെ തന്നെ പ്രഖ്യാപിക്കും. അതിന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ കാത്തു നിൽക്കുകയില്ല എന്നുള്ളതാണ് BJP കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ഇതിന് കാരണമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സാമ്പ്രദായിക രീതികൾ, സാധാരണഗതിയിൽ പാർട്ടികൾ ചെയ്തു വരുന്ന കീഴ്വഴക്കം പോലെ പ്രഖ്യാപനത്തിനു ശേഷം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന രീതിയല്ല ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കൈക്കൊള്ളുക എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ്. പ്രത്യേകിച്ച് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ സമയം ലഭ്യമാകും. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴേക്ക് സ്ഥാനാർത്ഥികളുടെ മുഖവും ഇടപെടലും പരിചിതമാവും വോട്ടർമാർക്ക് എന്നുള്ള സാധ്യതകൾ, അതൊക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ സൗകര്യമാകുമെന്നുള്ളതാണ്. അത് മുന്നേറാനുള്ള വഴിയൊരുക്കും BJPക്ക് എന്നതുകൂടി വിലയിരുത്തിയാണ് 50 നിയമസഭാ മണ്ഡലങ്ങളിൽ 2026 തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് BJP കാത്തു നിൽക്കില്ല. അതിനു മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. മുഖപരിചിതം, വോട്ടർമാർക്കുള്ള പരിചയത്തിലേക്ക്, അവരുമായി ഇടപെടാനുള്ള സമയം കൂടുതൽ നൽകിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ്. മാത്രമല്ല, ഈ നീക്കത്തിന് ഇത് സംബന്ധിച്ച ചർച്ചകളിൽ പാർട്ടിയിൽ പലതരത്തിലുള്ള ഭിന്നതകളുണ്ട് BJPക്കുള്ളിൽ. പക്ഷേ ഈ തീരുമാനത്തോട് എല്ലാ നേതാക്കൾക്കും ഏക സ്വരമാണ് എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ്. ശ്രദ്ധേയമായ കാര്യം, BJP അവരുടെ ദൗർബല്യമായി മനസ്സിലാക്കുന്നത് പല മണ്ഡലത്തിലും മണ്ഡലത്തിന് പരിചയമുള്ള നേതാക്കളില്ല. അഥവാ വിജയസാധ്യതയിലേക്ക് എത്തണമെങ്കിൽ മണ്ഡല പരിചയം ആവശ്യമാണ്. അപ്പോൾ മണ്ഡലത്തിൽ ആ സ്ഥാനാർത്ഥികൾ, മറ്റിടങ്ങളിൽ നിന്നാണ് ചില സ്ഥാനാർത്ഥികൾ വരുന്നതെങ്കിൽ പോലും അവർക്ക് ആ മണ്ഡലത്തിൽ സജീവമായി മുഴുവൻ വോട്ടർമാരെയും കണ്ട് ഈ വരുന്ന മാസങ്ങൾ കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു ടൈം എടുക്കുക. അതല്ലേ യഥാർത്ഥത്തിൽ നേരത്തെ സ്ഥാനാർത്ഥി നിർത്തുന്നതിലൂടെ, സൂചന നൽകുന്നതിലൂടെ BJP ലക്ഷ്യമിടുന്നത്? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പാർട്ടി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്, പ്രത്യേകിച്ച് നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ ഒരു 10 ദിവസം കൂടി ലഭിച്ചിരുന്നെങ്കിൽ അവിടെ വിജയം ഉറപ്പായിരുന്നു എന്ന നിലയിലാണ് പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിലൊക്കെ പൊതുവികാരമായി വോട്ടർമാരുടെയും തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചവരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ പൊതുവികാരമായി ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി സമയം സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കണം എന്നുള്ളതാണ്. കൂടുതൽ സമയം BJP സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചാൽ അവിടുത്തെ വോട്ടർമാരെ കൂടുതൽ സമയം ആവർത്തിച്ച് അവരുടെ വീടുകളിൽ പോയി അവരെ നേരിട്ട് കണ്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അതിനുള്ള പരമാവധി സമയം ലഭ്യമാക്കുകയാണ് പുതിയ തീരുമാനത്തിലൂടെ BJP ലക്ഷ്യം വെക്കുന്നത്. അതിന് കൃത്യമായൊരു സംഖ്യ കൂടിയുണ്ട്. 50 നിയമസഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ BJP ഒരുങ്ങുന്നത്. അരുൺകുമാർ, അതിൽ വളരെ ശ്രദ്ധേയമായ വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. BJP 50 സീറ്റുകളിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയും റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. 25 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. BJP അതിൽ ചിലയിടത്ത് 1-2 പേർ, ഒരിടത്ത് ഒരു പേര് മാത്രമാണുള്ളത് പലയിടങ്ങളിലും.
നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെയാണ് മത്സരിപ്പിക്കാൻ പോകുന്നത്. വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാലിന് സാധ്യത. അങ്ങനെ വന്നാൽ കെ മുരളീധരൻ പത്മജ വേണുഗോപാൽ പോരാട്ടമുണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും കൗതുകപൂർവ്വം കാത്തിരിക്കുന്നത്. അപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖരും വട്ടിയൂർക്കാവ് പത്മജ വേണുഗോപാലും മത്സരിക്കാൻ ഒരുപക്ഷെ ഇറങ്ങിയേക്കാം. അങ്ങനെ വന്നാൽ വട്ടിയൂർക്കാവിൽ കടുത്ത മത്സരമുണ്ടാകും. കഴക്കൂട്ടത്ത് വി മുരളീധരന്റെ സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. വി മുരളീധരൻ ഇറങ്ങിയാൽ കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലത്തിൽ വി മുരളീധരൻ, ആറ്റിങ്ങലിൽ പി സുധീർ ആയിരിക്കും ഇറങ്ങാൻ സാധ്യതയെന്നറിയുന്നു. ആറ്റിങ്ങലിൽ പി സുധീറും കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ് ആയിരിക്കും BJP സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളത്. കോവളത്ത് എസ് സുരേഷിന് സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തൃശൂരിൽ മത്സരിക്കാൻ സാധ്യതയുള്ളത് MT രമേശാണ് എന്ന തരത്തിലുള്ള വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. നാട്ടികയിൽ രേണു സുരേഷിന്റെ പേരും പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മണലൂരിൽ AN രാധാകൃഷ്ണനാണ്, പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കൂ. പുതുക്കാട് ശോഭാ സുരേന്ദ്രനോ അനീഷിനോ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പുതുക്കാട് അനീഷ്, ശോഭാ സുരേന്ദ്രൻ. ഒല്ലൂരിൽ ഇപ്പോൾ B ഗോപാലകൃഷ്ണനാണ് സാധ്യതയുള്ളത്. തിരുവനന്തപുരം സെൻട്രലിൽ G കൃഷ്ണകുമാറിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും അറിയുന്നു. ചിറയൻകീഴ് S സുരേഷിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കോന്നിയിൽ K സുരേന്ദ്രൻ മത്സരിച്ചേക്കും എന്നറിയുന്നു. ആറന്മുളയിൽ കുമ്മനം രാജശേഖരന്റെ പേര് പരിഗണിക്കും. തിരുവല്ലയിൽ അനൂപ് ആന്റണി തന്നെ മത്സരിക്കാനാണ് സാധ്യതയുള്ളത്. പൂഞ്ഞാറിൽ ഷോൺ ജോർജ് ആയിരിക്കും, PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ്, പിന്നീട് ഷോൺ ജോർജ് ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ പേരാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. പൂഞ്ഞാറിൽ ഷോൺ ജോർജിന്റെ പേരാണ്. അവിടെ പൂഞ്ഞാറിൽ PC ജോർജിന് ശേഷം ഷോൺ ജോർജ് ഇറങ്ങുമ്പോൾ അവിടുത്തെ സമവാക്യങ്ങൾ വളരെ നിർണായകം കൂടിയാണ്. കായംകുളത്തും ശോഭാ സുരേന്ദ്രനെ പരിഗണിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിലേതെങ്കിലും 2 മണ്ഡലങ്ങളിൽ ഒരിടത്തായിരിക്കും. അമ്പലപ്പുഴയിൽ സന്ദീപ് വചസ്പതിയെ പരിഗണിച്ചേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ചെങ്ങന്നൂരിൽ മനു പ്രസാദിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭ്യമാവുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ 25 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളാണ്. തൃപ്പൂണിത്തുറയിൽ P ശ്യാംരാജിനെയാണ് ഇപ്പോൾ പരിഗണിക്കാൻ സാധ്യതയുള്ള. പാലക്കാട് പ്രശാന്ത് ശിവനെയും കൃഷ്ണകുമാറിനെയും പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. മലമ്പുഴയിലായിരിക്കും C കൃഷ്ണകുമാറിന് കൂടുതൽ സാധ്യത. അങ്ങനെയാണെങ്കിൽ പാലക്കാട് നിന്നും C കൃഷ്ണകുമാർ മലമ്പുഴയിലേക്ക് മാറും. മഞ്ചേശ്വരത്ത് ML അശ്വിനിയുടെ പേരാണ് ഇപ്പോൾ കേൾക്കുന്നത്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ഷൊർണൂരിൽ ശങ്കുട്ടി ദാസിന്റെ പേര് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഷൊർണൂരിൽ ശങ്കുട്ടി ദാസ് ആയിരിക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരും വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാലിന്റെ പേരുമുള്ളത് ഒരു പൊളിറ്റിക്കൽ സർപ്രൈസ് ആവാനുള്ള സാധ്യതയുണ്ട്. ആ സർപ്രൈസാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പുറത്തുവിടുന്നത്. കഴക്കൂട്ടത്ത് നേരത്തെ തന്നെ വി മുരളീധരന്റെ പേരാണ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ വട്ടിയൂർക്കാവിൽ പത്മജ വരാൻ സാധ്യതയുണ്ട് എന്ന് തെളിയുമ്പോൾ അത് മറ്റൊരു സമവാക്യമായിട്ട് മാറും. അവിടെ സഹോദരനും സഹോദരിയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ കെ മുരളീധരൻ വേഴ്സസ് പത്മജ വേണുഗോപാൽ വേഴ്സസ് പ്രശാന്ത് എന്ന നിലയിലേക്ക് വട്ടിയൂർക്കാവ് മാറുകയും ചെയ്യും. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, 50 മണ്ഡലങ്ങളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ നിർത്തി ആ മണ്ഡലത്തെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുക, അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമാവുക, ഇതാണ് BJPയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി ഇപ്പോൾ തന്നെ ചില പ്രാഥമിക ചർച്ചകൾ കഴിഞ്ഞിരിക്കുന്നു. ആ പ്രാഥമിക ചർച്ചകളുടെ ഭാഗമായി തെളിഞ്ഞിരിക്കുന്ന സ്ഥാനാർത്ഥി സാധ്യതകളുടെ ലിസ്റ്റാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഇതിൽ ചില സീറ്റുകളിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വന്നേക്കാം. പക്ഷേ പ്രധാന മണ്ഡലങ്ങളിൽ പ്രധാന നേതാക്കൾ ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കണം എന്ന് തന്നെയല്ലേ BJPയുടെ തീരുമാനം. VS രഞ്ജിത്ത്. ഡോക്ടർ, തീർച്ചയായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 1ാം സ്ഥാനത്തെത്താൻ സാധിച്ച 11 മണ്ഡലങ്ങളുണ്ട്. അതിൽ 5 തിരുവനന്തപുരത്താണ്, ബാക്കി തൃശ്ശൂരിലുമാണ്. ഈ തൃശ്ശൂരിലെയും തിരുവനന്തപുരത്തെയും 11 നിയമസഭാ മണ്ഡലങ്ങളാണ് BJP ഏറ്റവും പ്രധാനമായി കണക്കാക്കുന്നത്. ആ 11 നിയമസഭാ മണ്ഡലങ്ങളിലും BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കളത്തിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നേമം നിയമസഭാ മണ്ഡലമാണ്. BJPക്ക് ഒരു ഘട്ടത്തിൽ O രാജഗോപാൽ MLA ആയ നേമത്ത് ശിവൻകുട്ടി വന്നതോടുകൂടി കെ മുരളീധരൻ, ശിവൻകുട്ടി, O രാജഗോപാൽ ത്രയങ്ങൾ മത്സരിച്ചപ്പോഴാണ് ആ സീറ്റ് BJPക്ക് നഷ്ടപ്പെട്ടത്. ആ സീറ്റ് നിലനിർത്താൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് നേമത്ത് ഇറങ്ങിയേക്കാം എന്നുള്ളതാണ്. അതിൽ ഒരു വ്യത്യാസം വരാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ശശി തരൂർ തിരുവനന്തപുരത്ത് രാജിവെച്ചാൽ ആ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത അത് രാഷ്ട്രീയ അഭ്യൂഹം മാത്രമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് നേരിട്ട് വരുന്നതെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും നേമത്തെ സ്ഥാനാർത്ഥി.
കഴക്കൂട്ടത്ത് വി മുരളീധരൻ മത്സരിക്കും. കഴിഞ്ഞ തവണയും കഴക്കൂട്ടത്ത് വി മുരളീധരനായിരുന്നു. അതിനു മുന്നേ ശോഭാ സുരേന്ദ്രനായിരുന്നു. ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും ജയത്തോടടുത്ത മത്സരം കാഴ്ചവെച്ച മണ്ഡലമാണ് കഴക്കൂട്ടം. അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ ജി കൃഷ്ണകുമാറിന്റെ പേരുണ്ട്. കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ് കഴിഞ്ഞ തവണ 40,000-ലധികം വോട്ട് വാങ്ങിയിട്ടുണ്ട്. കാട്ടാക്കടയിൽ കൃഷ്ണദാസ് അവിടെയും ഇത്തവണ 1-ാം സ്ഥാനത്താണ് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത്. അവിടെ പി കെ കൃഷ്ണദാസ് തന്നെ മത്സരിക്കുമെന്നറിയുന്നു. കോവളത്ത് എസ് സുരേഷ് മത്സരിക്കും. ചിറയൻകീഴിൽ എസ് സുരേഷിന്റെ പേര് നമ്മൾ പറഞ്ഞു, പക്ഷേ ചിറയൻകീഴിൽ എസ് സുരേഷ് വരില്ല. ചിറയൻകീഴ് ഒരു സംവരണ മണ്ഡലമാണ്, അവിടെ എസ് സുരേഷ് ഉണ്ടായിരിക്കില്ല. മറ്റു മണ്ഡലങ്ങളിലേക്ക് വന്ന തൃശ്ശൂരിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച ലോക്സഭാ സീറ്റാണ്. അവിടെ 6 മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂരിൽ BJPയുടെ കോർ കമ്മിറ്റി അംഗമായിട്ടുള്ള MT രമേശ് മത്സരിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനും ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് മാറണം എന്ന് താല്പര്യമുണ്ട്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവർ മത്സരിച്ചപ്പോൾ ആലപ്പുഴയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കായംകുളത്ത് മത്സരിക്കണം എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ താല്പര്യം. കായംകുളം കേന്ദ്രീകരിച്ച് അവർ പ്രവർത്തിച്ചു വരികയാണ്. പക്ഷെ അവർക്കിപ്പോൾ തൃശ്ശൂരിൽ എവിടെയെങ്കിലും മത്സരിച്ചാൽ കൊള്ളാം എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ MT രമേശും ഒപ്പം ശോഭാ സുരേന്ദ്രനും, പുതുക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഒല്ലൂരിൽ BJP 1-ാം സ്ഥാനത്താണ്. അവിടെ B ഗോപാലകൃഷ്ണന്റെ പേര് പരിഗണിക്കുന്നു. നാട്ടിക സംവരണ മണ്ഡലമാണ്, അവിടെ രേണു സുരേഷിന്റെ പേര് പരിഗണിക്കുന്നു. ഒപ്പം തന്നെ BJPയുടെ കോർ കമ്മിറ്റി അംഗങ്ങളെല്ലാം മത്സരത്തിനുണ്ട്. കെ സുരേന്ദ്രൻ കോന്നിയിൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച, കോന്നിയിൽ ഇപ്പോഴും വലിയ സ്വാധീനമുള്ള കെ സുരേന്ദ്രൻ കോന്നിയിൽ തന്നെ മത്സരിക്കാൻ ഇറങ്ങിയേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ യുവാക്കളായിട്ടുള്ള ഒരുപാട് പേർ, സന്ദീപ് വചസ്പതി, അനൂപ് ആന്റണി, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം മത്സരിക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ പ്രശാന്ത് ശിവൻ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പ്രശാന്ത് ശിവനാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും യങ്ങസ്റ്റ് ആയ ജില്ലാ പ്രസിഡന്റ് കൂടിയായ പ്രശാന്ത് ശിവനെ പാലക്കാട് മത്സരിക്കുമ്പോൾ മലമ്പുഴയിൽ കൃഷ്ണകുമാറിന്റെ പേര് തന്നെ വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ശങ്കുട്ടി ദാസിനെ ഷൊർണൂർ 40,000-ലധികം വോട്ട് ഷൊർണൂരിലുണ്ട്, അവിടെ ശങ്കുട്ടി ദാസിനെ പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം അനൂപ് ആന്റണി തിരുവല്ലയിലാണ് കഴിഞ്ഞ തവണ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. ഇത്തവണ തിരുവല്ല കോർ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ തിരുവല്ല ഉറപ്പായും അനൂപ് ആന്റണിക്ക് ലഭിക്കും. ആറന്മുളയിലേക്ക് നേരത്തെ നേമത്ത് മത്സരിച്ച കുമ്മനം രാജശേഖരൻ ആറന്മുളയിലേക്ക് മാറും. ആറന്മുളയിലായിരിക്കും കുമ്മനം രാജശേഖരൻ മത്സരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 25ഓളം മണ്ഡലങ്ങളിൽ ഏകദേശം ചിത്രം വ്യക്തമാണ്. തൃപ്പൂണിത്തുറയാണ് BJPക്ക് വലിയ സ്വാധീനമുള്ള എറണാകുളത്തെ മണ്ഡലം, അവിടെ പി ശ്യാംരാജ് മത്സരിക്കുമെന്നറിയുന്നു. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറയുന്ന മണ്ഡലം BJPക്ക് വലിയ സ്വാധീനമുണ്ട്, പക്ഷേ അവിടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചില അനിശ്ചിതത്വമുണ്ട്. അവർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചില ഒരു അഭ്യൂഹം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അങ്ങനെ ഏകദേശം 25ഓളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുന്നു. ആ പട്ടിക അനുസരിച്ച് ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ മണ്ഡലത്തിൽ കൃത്യമായി ശ്രദ്ധയൂന്നി ഇനിയുള്ള ഒരു 6-7 മാസം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് BJPയുടെ തീരുമാനം.